ഹലോ ഗൈസ്, നമ്മൾ ഇന്നലത്തെ കടച്ചക്ക കറി വെക്കാൻ പോകും കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാവേ. അമ്മയാണ് വെക്കുന്നത്. എങ്ങനെയാ കറി വെക്കുന്നത്? തേങ്ങ വറുത്തരച്ചിട്ടാ? ഓക്കെ. എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി. നമ്മൾ മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് വറന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണേ. മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി കുറച്ച് ഗരം മസാല ഇടുന്നുണ്ടേ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഉള്ളവർക്ക് ഇടാം കേട്ടോ. നമുക്കിപ്പോൾ കറിവേപ്പില ഇല്ല, ചെറിയ ഉള്ളിയൊക്കെ ഇടാം. നമ്മൾ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് കടച്ചക്ക വെച്ചു. അമ്മ എല്ലാം സൂപ്പർ ഫാസ്റ്റ് പോലെ കേട്ടോ ചെയ്യുന്നത്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. ഈ ഉപ്പിട്ട് കൊടുക്കുകയാണ്, മഞ്ഞപ്പൊടി. ഇനി വേവിക്കുക അല്ലേ. 2-3 വിസിൽ പോരെ. ഗൈസ്, നമ്മൾ തക്കാളി ഇടാൻ മറന്നു പോയായിരുന്നു. ഒരു തക്കാളിയും കൂടി ഇടണം കേട്ടോ. ഗൈസ്, നമ്മൾ ഇന്നലെ മേടിച്ച ഫ്രോസൺ മാങ്ങ കൊണ്ട് മാംഗോ ഗ്രീൻ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഓ മതി, നല്ല പുളിയാ മാങ്ങ ചമ്മന്തി. ഇത് കണ്ടോ, ഇത് പച്ചവെള്ളത്തിലിട്ടപ്പോൾ കറക്റ്റ് നല്ല പച്ച മാങ്ങ, നാട്ടിലെ നല്ല. ഇത് അരച്ചെടുക്കണം ഗൈസ്. ക്യാമറയുടെ പേറ്റിൽ ഭയങ്കര ചിരിയാണ് കേട്ടോ. ഞങ്ങൾ അതൊന്നും കാണിക്കുന്നില്ല. മാങ്ങാ ചമ്മന്തിക്ക് തേങ്ങ ഉണ്ടോ? കടച്ചക്ക വെന്തിട്ടുണ്ട്. കറിയാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി മൂത്തോളം അരപ്പിലോട്ട് വെച്ചു. ചക്ക വെന്തോ നോക്കാണ്. വെന്തു, കാണിക്ക്. അടിപൊളി കടച്ചക്ക വെന്തു, കുഴഞ്ഞു. കടച്ചക്ക നമ്മൾ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അധികം ഉടയണ്ട. അടിപൊളി കടച്ചക്ക വറുത്തരച്ച കറി. ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കടച്ചക്ക കറി. ഓ, ഞാനിത് കുറേ വർഷമായി കഴിച്ചിട്ട്. അങ്ങനെ നമ്മുടെ കറിയായി. നമ്മൾ ഓഫാക്കാം. മാങ്ങ ചമ്മന്തി റെഡിയായി. വാവ്, പച്ചമാങ്ങ, നമ്മുടെ ശരിക്കും മാങ്ങ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡി, കറിയും റെഡി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.